വിശ്വാസ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഈ വിലയേറിയ സമയം തന്ന അത്യുന്നതനായ ദൈവത്തിന് നമുക്കേവർക്കും കരങ്ങൾ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. The book of Genesis chapter 6 verse 13. ദൈവം നോഹയോട് കൽപ്പിച്ച എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. So God said to Noah, I am going to put an end to all people, for the earth is filled with violence because of them. I am going to destroy both them and the earth. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അഗ്നിമേഘ തൂണുകള അടിയാനെയും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കാടാശിക്കുകേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നല്ലവനും വിശ്വസനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമിതാവേ, ഈ ലോക്ക്ഡൗൺ കാലത്ത് ലോകമെമ്പാടും കർത്താവെ ജനങ്ങൾ മുഴുവൻ ഭീതിയിലും ഭയത്തിലും ആയിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് ഏത് സമയത്തും തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയെ ആരാധിപ്പാനും അങ്ങയോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും അങ്ങയോട് അഭയാചന കഴിപ്പാനും ഞങ്ങൾക്ക് അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങള് അതേ ആത്മാവിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഹൃദയങ്ങളെയും മനസ്സുകളെയും അവിടുന്ന് ഒരുക്കണമേ. വചനം അങ്ങയുടേതാണ്, അടിയനും അടിയങ്ങളും കർത്താവേ അങ്ങയുടേതാണ്. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് അരുളി ചെയ്യണമേ. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. 1996 മെയ് മാസത്തിന്റെ ഒരു കറുത്ത ദിവസത്തിൽ എവറസ്റ്റ് കൊടുമുടി കയറിയ 8 പേര് മരിച്ച് അടക്കപ്പെട്ടു. അവരിൽ പലരും പർവ്വതാരോഹണ സംഘത്തെ പരിശീലിപ്പിച്ച വ്യക്തികളായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മുകളിലോട്ട് കയറരുതെന്ന് അവർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരുന്നു. ഉച്ചയ്ക്ക് 2 മണി ശേഷം മുകളിലോട്ട് കയറിയാൽ തിരിച്ച് അവർക്ക് ക്യാമ്പുകളിൽ എത്തുക പ്രയാസമായിരുന്നു. അവർ ആ നിർദ്ദേശം അവഗണിച്ചു. തിരിച്ചിറങ്ങിയപ്പോൾ കൊടും തണുപ്പിൽപ്പെട്ട് വിറങ്ങലിച്ച് അവർ നശിച്ചുപോയി. ആ കൊടുമുടി കീഴടക്കിയെങ്കിലും തിരിച്ച് സുരക്ഷിതമായി ഇറങ്ങുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഉൽപ്പത്തി 6 മനുഷ്യന്റെ നാശത്തെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനാൽ നാശം എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഒരു വലിയ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ടിടയാകും. വേദശാസ്ത്രന്മാര് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന് പല തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു തലക്കെട്ട് ഇപ്രകാരമാണ്:
ഗോഡ് സൊല്യൂഷൻ ടു സിൻസ് പൊല്യൂഷൻ. പാപമലിനീകരണത്തിന് ദൈവത്തിന്റെ പരിഹാരം. മറ്റൊരു തലക്കെട്ട് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ടു ഗ്രേറ്റ് ഫ്ലഡ്സ്, ദ ഫ്ലഡ് ഓഫ് സിൻ ആൻഡ് ദ ഫ്ലഡ് ഓഫ് വാട്ടർ. പാപത്തിന്റെ പ്രളയം, ജലപ്രളയം. മൂന്നാമതായിട്ട് വായിച്ച തലക്കെട്ട് ഇപ്രകാരമാണ്: നീതിമാന്റെ അന്ത്യം, ദുഷ്ടന്റെ അന്ത്യം. ദി എൻഡ് ഓഫ് ദി റൈച്ചസ് ആൻഡ് ദി എൻഡ് ഓഫ് ദി വിക്കഡ്. പഴയ നിയമത്തിൽ ലോകം മുഴുവനും ബാധിച്ച, ലോകം മുഴുവനും നശീകരിക്കപ്പെട്ട ഒരു സംഭവം പറയുന്നുവെങ്കിൽ അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പറയുന്ന ജലപ്രളയമാണ്. ഉൽപ്പത്തി 6 ചില വേദപുസ്തക സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. 4 വേദശാസ്ത്രങ്ങള് ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ദ തിയോളജി, ദ ഡോക്ട്രിൻ ഓഫ് ഗോഡ്, ദൈവശാസ്ത്രം. 2, ഹമാർട്ടിയോളജി, ദ സ്റ്റഡി ഓഫ് സിൻ, പാപശാസ്ത്രം. 3, ദി ആന്ത്രോപോളജി, ദി സ്റ്റഡി ഓഫ് മാൻ, മനുഷ്യനെ പറ്റിയുള്ള ശാസ്ത്രം. 4-മതായി സൊറ്റീരിയോളജി, ദി സ്റ്റഡി ഓഫ് സാൽവേഷൻ, രക്ഷാശാസ്ത്രം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്താവിഷയവും അത് തന്നെയാണല്ലോ, എ ഗോഡ് സെന്റേർഡ് ഫാമിലി, ദൈവ കേന്ദ്രീകൃത ഭവനം. ദൈവ കേന്ദ്രീകൃത ഭവനത്തെ അടിസ്ഥാനമാക്കി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ദി ഗോഡ് ഓഫ് നോഹ. 2, ദി വേൾഡ് ഓഫ് നോഹ. 3, ദി ഫാമിലി ഓഫ് നോഹ. മലയാളത്തില് നോഹയുടെ ദൈവം, നോഹയുടെ ലോകം, നോഹയുടെ കുടുംബം. ദി ഗോഡ് ഓഫ് നോഹ, ദി വേൾഡ് ഓഫ് നോഹ ആൻഡ് ദി ഫാമിലി ഓഫ് നോഹ. ഒന്നാമതായിട്ട് ദി ഗോഡ് ഓഫ് നോഹ, നോഹയുടെ ദൈവം. ദൈവം ആരാണെന്ന് വളരെ സവിസ്തരമായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ലവ് ആൻഡ് മേഴ്സി. ദൈവം സ്നേഹവാനും കൃപാലുവുമാണ്. 2, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ജസ്റ്റിസ്. ദൈവം നീതിമാനാണ്. 3, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ജഡ്ജ്മെന്റ്. ദൈവം ന്യായവിധിയുടെ ദൈവമാണ്. 4, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റിഡംഷൻ, അല്ലെങ്കിൽ ഗോഡ് ഓഫ് സാൽവേഷൻ. ദൈവം രക്ഷയുടെ, വീണ്ടെടുപ്പിന്റെ ദൈവമാണ്. ഒന്നാമതായി ദി ഗോഡ് ഓഫ് ലവ് ആൻഡ് മേഴ്സി, സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവിടമായിരിക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ദൈവം ഭൂമിയിൽ സർവത്തെയും സൃഷ്ടിച്ച് മനുഷ്യനെ അതിന്റെ മകുടമായി, കിരീടമായി ആക്കി വെച്ചത് നാം വായിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തില് ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിച്ച്, സ്നേഹവാനായ ദൈവം ഇറങ്ങി വന്ന് കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ഈ ഭൂമിയിലെ ആദ്യത്തെ സ്ഥാപനമായ കുടുംബം സ്ഥാപിച്ചത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ 3-ാം അധ്യായം വായിക്കുമ്പോൾ പാപം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു, പിശാച് മനുഷ്യനെ പരീക്ഷിച്ച് അവന്റെ കരങ്ങളിലാക്കി എന്ന് വായിക്കുന്നുണ്ട്. 3-ാം അധ്യായം ലോക ചരിത്രത്തെയും വേദപുസ്തകത്തിന്റെ തുടർമായിട്ടുള്ള കാര്യങ്ങളെയും മാറ്റിമറിച്ച ഒരു സംഭവമാണ് നമുക്കറിയാം. 4-ാം അധ്യായത്തില് ഹാബേലിന്റെയും കായിന്റെയും സംഭവകഥ, കായിന് ഹാബേലിനെ കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം ഒരു തലമുറയെ പറ്റിയും പ്രാസംഗികനായ ഈനോക്കിനെ പറ്റിയും നമ്മൾ കാണുന്നുണ്ട്, ഹാനോക്കിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിലാണ് ഈ ദൈവത്തിന്റെ ഈ തീരുമാനത്തെ പറ്റി നമ്മൾ വായിച്ചറിയുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ സ്നേഹവാനായ ദൈവം തന്റെ സൃഷ്ടിയെ സ്നേഹിച്ചതും, ഏദൻ തോട്ടത്തിൽ അവരുടെ കൂടെ നടന്നതും, അവരുടെ ദൈവത്തിന്റെ കാലോച്ച കേട്ട് സന്തോഷിക്കുന്നതുമായിട്ടുള്ള ഒരു സമൂഹത്തെ ഒരിടത്ത് കാണുന്നെങ്കിലും ദൈവത്തിൽ നിന്നും അവന്റെ കാലൊച്ച കേട്ടപ്പോൾ ഭയപ്പെട്ട ഒരു മറ്റൊരു തലമുറയെ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ, വി സീ എ ഗോഡ് ഓഫ് ലവ് ആൻഡ് മേഴ്സി, സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനക്കാരന് അത് വളരെ വ്യക്തമായിട്ട് 103-ാം സങ്കീർത്തനത്തിന്റെ 8 മുതൽ 18 വരെ പറഞ്ഞിട്ടുണ്ട്. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭക്ഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല.
ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയാസ്തമയത്തോടാകുന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നോഹയുടെ ജീവചരിത്രം നമ്മളെ അറിയിക്കുന്നത്, 36 നമ്മളെ അറിയിക്കുന്നത്, സ്നേഹവാനായ ദൈവം, കൃപാലുവായ ദൈവം നോഹയെ മാത്രമല്ല, ഹാനോക്കിനെ മാത്രമല്ല, കൊലപാതകനായ കായീനെ പോലും കൊല്ലാതെ അവനെ പോലും കൃപ കൊണ്ട് നിറച്ചവനായ ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. So in Genesis chapter 6 we see a God of mercy and love. സ്നേഹത്തിന്റെ ഉറവിടമായ ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതും അത് തന്നെയാണ്. We always want to see God as a God of love and mercy. കൃപാലുവായ സ്നേഹവാനായ ദൈവത്തെയാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. മറ്റ് സ്വഭാവങ്ങളൊന്നും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാറില്ല. കാരണം മറ്റു സ്വഭാവങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഒരു കാര്യം ഇന്ന് ഈ കോവിഡ് കാലത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Our God is a God of love and mercy. നമ്മുടെ ദൈവം സ്നേഹത്തിന്റെയും കൃപയുടെയും ദൈവമാണ്. ഒരു പാട്ടുകാരൻ ഇപ്രകാരം എഴുതി: മാറായലീമിൽ പാറയിൽ വെള്ളം, മാറാത്തോനേകും മാധുര്യ മന്ന, പാറയാം യാഹൻ രാപ്പകൽ ധ്യാനം എന്നുള്ള മനോഹരമായ ഗാനം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളങ്ങളുടെ ഒരു പ്രകടനമാണ്. പ്രിയമുള്ളവരെ, ആ പാട്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: മാറായലീമിൽ പാറയിൽ വെള്ളം, മാറാത്തോനേകും മാധുരമന്ന, പറയാം യാഹൻ രാപ്പകൽ ധ്യാനം, യോർദാന്റെ തീരമെന്നാശ്വാസം, യോർദാന്റെ തീരമെന്നാശ്വാസം, കരുണാനിധിയെ നീ മാത്രമാണ് നീ മാത്രമാണ് രണ്ടാമതായി, God of Noah is a God of justice. ദൈവം ഇവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, നോഹയുടെ ദൈവം നീതിമാനായ ദൈവമാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം: ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്ന് യഹോവ കണ്ടു. മൂന്നാമതായി, ഈസ് എ ഗോഡ് ഓഫ് ജഡ്ജ്മെന്റ്. അവൻ ന്യായവിധിയുടെ ദൈവമാണ്. ജനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 7, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം: ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. I will destroy the human being from the earth. മനുഷ്യന് ഇഷ്ടമില്ലാത്തതും അറിയാൻ ആഗ്രഹിക്കാത്തതും ചിലർക്ക് അറിയാത്തതുമായ കാര്യമാണ് മുകളിൽ പറഞ്ഞത്. ഒരു നാണയത്തിന്റെ 2 വശം പോലെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം ഇതാണ്: ഒരു വശം ദൈവം സ്നേഹവാനാണെങ്കിൽ മറ്റൊരു വശം ദൈവം നീതിമാനാണ്, അതുപോലെ ദൈവം ന്യായാധിപതിയുമാണ്. ചോദ്യം: ഈ കൊറോണ കാലത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ലോകം ചോദിച്ചു. 1, ക്രിസ്ത്യാനിയുടെ ദൈവം എവിടെ പോയി? 2, നിങ്ങളുടെ പള്ളിയൊക്കെ എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത്? 3, എന്താ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കാത്തത്? 4, എല്ലാവരും വാമൂടിയിരിക്കുകയാണോ? Why the innocent is suffering? Why bad things happens to the good people? അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, Why bad things happens to the good people. ആ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. എഴുതി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നല്ലവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈസ് ദെയർ എനിബഡി ഗുഡ്? നല്ലവരായിട്ട് ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ചാൾസ് സ്പർജൻ ഇപ്രകാരം പറഞ്ഞു, We are none of us better than we seem, but we are all of us for worse than we think. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്നതിലും നാം മോശക്കാരാണ് എന്നാണ് സ്പർജൻ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരോട് പറയാനുള്ള കാര്യം, വിശുദ്ധ വേദപുസ്തകം പറയുന്ന രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ വിശ്വസിക്കുന്ന ദൈവം സ്നേഹവാൻ മാത്രമല്ല, അവൻ നീതിമാനാണ്. ഹല്ലേലൂയ.
അവൻ ന്യായാധിപനായ ദൈവം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, ന്യായം വിധിക്കുന്നവനുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലിന് ലോകത്തിലെ ചോദ്യങ്ങൾ കേട്ടിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ പൈതലിന് അറിയാം ദൈവത്തിന്റെ സ്വഭാവങ്ങള് എന്തൊക്കെയാണ്. നാലാമതായി, the fourth thing, the God of Noah is a God of redemption. നോഹയുടെ ദൈവം വീണ്ടെടുക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്ന ദൈവമാണ്. അതിനാധാരമായിട്ട് ജനസിസ് ചാപ്റ്റർ 7 വേഴ്സ് 1, ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, നീയും കുടുംബവും പെട്ടകത്തിൽ കടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. നീതിമാനു മാത്രമേ ദൈവസന്നിധിയിൽ പ്രവേശനമുള്ളൂ. ഒന്നുകൂടെ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചാൽ പ്രകാരം വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എന്നിട്ട് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നീതീകരണം വിശ്വാസത്താലാണ്. യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരണമുള്ളൂ, നീതീകരണം പ്രാപിച്ചവനെ ദൈവസന്നിധിയിൽ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് നോഹയോട് പറയാണ്, നീ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചോളാൻ. യു കം ടു ദി ആർക്ക് or you come into my presence. നോഹയെ പെട്ടകത്തിൽ കയറ്റിയത് രക്ഷയുടെ നിഴലാണ്, വീണ്ടെടുപ്പിന്റെ നിഴലാണ്. ഇച്ചുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ അത് നിത്യതയുടെ ഒരു നിഴലിലൂടെയാണ്. പെട്ടകത്തിൽ ദൈവത്തോടുകൂടെ ഒരു ലോക്ക്ഡൌൺ നോഹ ആരംഭിച്ചു. Do you know how many years or how many months and days Noah lived in lockdown? In another way, how many days Noah was in the ark? വേദശാസ്ത്ര പണ്ഡിതനെ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 380 പരം ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതൽ സമയം നോഹ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു. along with family, alone in the ark for more than 365 days. 365 ദിവസം നോഹ ലോക്ക്ഡൌണിലായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം ഉള്ളായിരുന്നു, ആ ലോക്ക്ഡൌണിൽ അവന് ദൈവത്തോടു കൂടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് 50 ദിവസം അല്ലെങ്കിൽ 60 ദിവസം ആയപ്പം നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുക. എന്നാൽ കാലങ്ങൾക്ക് മുൻപ് നോഹയോട് പോയി ചോദിക്കണം, നോഹേ നീ എങ്ങനെ ഈ 1 വർഷത്തോളം ലോക്ക്ഡൌണിൽ ചിലവഴിച്ചു? നോഹ പറയും, ഐ വാസ് നോട്ട് അലോൺ, ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. God of the universe, the God of the creation, the God of love and mercy and the God of redemption was with me. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ലോകത്തിന്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും എന്റെ സൃഷ്ടിതാവുമായ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കും നോഹയെ പോലെ ലോക്ക്ഡൌണിൽ ഇരുന്ന് ദൈവത്തോടു കൂടെ അവന്റെ സന്നിധിയിൽ ആനന്ദിക്കാം. ഹല്ലേലൂയ. ഏത് പാട്ടായിരിക്കും നോഹ പാടിയത്? നോഹ എബ്രായ ഭാഷയിലൊക്കെ ആയിരിക്കും പാടിയത്. നമുക്ക് എബ്രായ ഭാഷയൊന്നും അറിയത്തില്ല. നോഹയുടെ ഭാഗത്ത് വേറെന്തെങ്കിലും ഭാഷ ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നോഹ പാടിയ പാട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തീർച്ചയായിട്ടും നോഹയും കുടുംബവും ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നുകൊണ്ട് ഒരു രാവിലെയും വൈകിട്ടും ദൈനംദിനം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയവരാ. അതുകൊണ്ട് ഇന്ന് നോഹയായിരുന്നെങ്കിൽ ഏത് പാട്ട് പാടിയനെയും? കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്ന് ആഞ്ഞടിക്കും എന്ന് പാടിയനുമായിരുന്നോ? അതോ എൻ പടകിൽ യേശു ഉണ്ട് എന്ന് പാടുമായിരുന്നോ? അതോ ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റ് ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടോ എന്ന് പാടുമായിരുന്നു? ഞാനായിരുന്നെങ്കിൽ, നോഹയുടെ സ്ഥാനത്ത് നമ്മളാരാങ്ങളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവഭക്തന്മാരായിരുന്നെങ്കിൽ ഏത് പാട്ട് പാടിയനേമായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം ഇതായിരുന്നു, ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ലോക്ക്ഡൌണിൽ ആയിരിക്കുമ്പോഴും പ്രതികൂലങ്ങളിൽ ആയിരിക്കുമ്പോഴും ഒരുപക്ഷെ മരണത്തിന്റെ പാർശ്വങ്ങള് നമ്മളെ കാർന്നു നിന്നാലും വിശ്വാസിയുടെ കൂടെ ദൈവം തമ്പുരാൻ കൂടെയുണ്ട്. അവൻ ധൈര്യമായിട്ട് ഉറക്കപ്പാടും, ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ, ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ,
തൻ കൃപയിൽ ആശ്രയിക്കും നാളും ഞാൻ. രണ്ടാമതായി ദ വേൾഡ് ഓഫ് നോവ, നോഹയുടെ കാലം അല്ലെങ്കിൽ നോഹയുടെ ലോകം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവർ ജഡം തന്നെയല്ലയോ. ഒന്ന്, ദ വേൾഡ് ഓഫ് നോവ വാസ് ഫുൾ ഓഫ് ഫ്ലഷ്ലി ഡിസയേഴ്സ്. ജഡം അല്ലയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 ലിസ്റ്റ് കണക്കിന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ജഡത്തിന്റെ പ്രവർത്തികൾ ദുർനടപ്പ്, അശുദ്ധി എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ എടുത്ത് വായിക്കണം. ഗലാത്യർ 5:19. 2, ജനസിസ് 6:5, ഉൽപ്പത്തി 6:5 മനുഷ്യന്റെ ദുഷ്ടത വലിയതായി. 3, ഉൽപ്പത്തി 6:5 അവന്റെ ഹൃദയവിചാരം ദോഷമുള്ളതായി. 6:11 ഭൂമി ദൈവത്തിന് മുൻപാകെ വഷളായി. ആൻഡ് 6:12 6:12 ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. 7, ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. 6:12. 8, സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദി വേൾഡ് ഓഫ് നോവ ഓർ ദി യൂണിവേഴ്സ് ഓഫ് നോവ വാസ് അഗൻസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഒരു ലോകമായിരുന്നു നോഹയുടെ കാലം. അത് യേശു തമ്പുരാൻ ഇച്ചിരിയുടെ സംക്ഷിപ്തമായി ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞു: നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ മനുഷ്യർ തിന്നു, കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു. That was a summary of how Jesus said in Gospel of Luke 17:26. ഇന്നായിരുന്നില്ല യേശു എന്ന് പറഞ്ഞതിനായിരുന്നു. അന്ന് യേശു നോഹയുടെ കാലത്തെ പറ്റി സമ്മറൈസ് ചെയ്തത് അവർ തിന്നു, കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു. ഇന്നാണെങ്കിൽ യേശു എന്ന് പറഞ്ഞേനെ ഇച്ചിരി കൂടുതൽ പറഞ്ഞേനായിരുന്നു. കാരണം യേശുവിന്റെ കാലത്തെക്കാട്ടിൽ വളരെ വഷളായി നമ്മുടെ കാലം പോയിരിക്കുക. അവർ വിവാഹത്തിന് കൊടുത്തു, അവർ വിവാഹത്തിന് നടത്തി, അവർ വിവാഹമോചനം നടത്തി, അവർ കേസ് നടത്തി, അവർ കുടുംബം തല്ലി തകർത്തു, അവർ ഭാര്യയെ അടിച്ചു കൊന്നു, അല്ലെ ഭർത്താവിനെ അടിച്ചു കൊന്നു, കാമുകന്റെ പുറകെ ഓടിപ്പോയി, അല്ലെ കൊച്ചിനെ കാലിൽ പിടിച്ച് തലക്കടിച്ചു കൊന്നു. എന്തെല്ലാം ഇന്ന് കാലത്ത് പറയാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞ നോഹയുടെ കാലവും നോഹ ജീവിച്ച കാലവും ഇന്ന് നമ്മുടെ കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നോഹയുടെ കാലത്തെക്കാളൊക്കെ എത്ര വഷളായി നമ്മുടെ ലോകം പോയിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കൊറോണ വന്നില്ലെങ്കിലേ ഉള്ളല്ലോ അതിശയം. കാരണം നോഹയുടെ കാലത്ത് ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചത് അവന്റെ ദുഷ്ടത കൊണ്ടാണെങ്കിൽ ഇന്ന് ദുഷ്ടതയുടെ പാരാമീറ്റർ അളന്നു നോക്കിയാൽ ഒട്ടും കുറവല്ല, അതിനെക്കാട്ടിൽ അതിന്റെ അപ്പുറവും ചെയ്യുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. നോഹയുടെ കാലത്ത് ഒന്നും അല്ലെങ്കിൽ ആണും പെണ്ണും നമ്മളെ വിവാഹം കഴിച്ചത്. ഇന്ന് ആണോടും പെണ്ണോടും എന്ന് പറഞ്ഞ് ലെസ്ബിയനും ഗെയും എന്ന് പറഞ്ഞ് സർവത്ര വിവാഹം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുഴുവൻ താട്ടി ഉടച്ചുകൊണ്ട് ഹാപ്പി ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോ, പ്രിയമുള്ളവരെ, നാം ഓർക്കണം കൊറോണ എന്തിനു വന്നു എന്ന് നമ്മൾ ഓർക്കണം. COVID-19 എന്തിനു വന്നു നാം ഓർക്കണം. സർവം തരിപ്പണമാക്കിയ ദൈവത്തിന്റെ പ്രിൻസിപ്പിളിനെ സർവം തരിപ്പണമാക്കിയ ഒരു ഭൂമുഖത്ത് നമ്മൾ ജീവിക്കുമ്പോ അടുത്തൊന്ന് വന്നല്ലോ, ഊംഫുൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ ചുഴലിക്കാറ്റ്. പണ്ട് തന്റെ നാട്ടിലെ ജനത്തിന്റെ പോക്ക് കണ്ടിട്ട് മഹാനായ അല്ലെങ്കിൽ യശസ്വരീനായ ബില്ലി ഗ്രഹാം ഇപ്രകാരം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അമേരിക്കയെ പറ്റിയുള്ള പ്രാർത്ഥനയായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിക്കാം. Heavenly Father, we come before you today to ask your forgiveness and seek your direction and guidance. We know your word says, woe to those who call evil good, but that is exactly what we have done. We have lost our spiritual equilibrium and reversed our values. We have exploited the poor and called it lottery. And we have rewarded laziness and called it welfare. And we have killed our unborn and called it choice. We have shot abortionists and called it justifiable. And we have neglected to discipline our children and called it self-esteem. And we have abused power and called it politics. You have coveted our neighbor's possessions and called it ambition. We have polluted the air with profanity and pornography and called it freedom of expression. We have ridiculed the time-honored values of our forefathers and called it enlightenment. Search us, O God, and know our hearts today. Cleanse us from sin and set us free.
ആമേൻ. ദിസ് ഈസ് വാട്ട് ദി പ്രേയർ ഓഫ് ബില്ലി ഗ്രഹാം. ഞാൻ പറയട്ടെ, ഈ നാളുകളില് ആ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എത്ര സത്യമായിരുന്നു. The world of Noah was a corrupt world, the world of violence and the world of sin. പാപമാകുന്ന വൈറസ് നോഹയുടെ കാലത്ത് ബാധിച്ചെങ്കിൽ ആ വൈറസ് കൊറോണ വൈറസിനെക്കാട്ടിൽ എത്ര വലുതായിരിക്കും എന്ന് ഓർത്തുകൊള്ളണം. ഈ കൊറോണ കാലത്ത്, ഈ COVID-19 വൈറസിന്റെ കാലത്ത് എല്ലാവരും വീട്ടിലായിരിക്കുമ്പോൾ പത്തനംതിട്ടയ്ക്കടുത്ത് 2 കൂട്ടുകാര്, പ്രായപൂർത്തിയാകാത്ത 2 കൂട്ടുകാര്, പ്രായപൂർത്തിയാകാത്ത അവന്റെ മറ്റേ 3-ാമത്തെ കൂട്ടുകാരനെ ഒരു നിശ്ചലമായ സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ട് അവന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞ് അവനെ താഴെയിട്ട് കോടാലി വെച്ചു വെട്ടി കുഴിച്ചു മൂടിയിട്ടു. 15 വയസ്സിന് പ്രായമുള്ള കുഞ്ഞുങ്ങള് അത് കാണിച്ചെങ്കിൽ നോഹയുടെ കാലത്തെക്കാട്ടിൽ എത്ര വലിയ ദുഷ്ടത നമ്മുടെ ലോകത്ത് നടക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഒരിക്കലും ഒരു ദമ്പതിമാര് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പോയി. ഒരു പാഴ്സൽ ഓർഡർ ചെയ്തു. പാഴ്സൽ വാങ്ങി പോകാനായിട്ടാണ് ഹോട്ടലിൽ കയറിയത്. പാഴ്സൽ അല്പസമയം കിട്ടി. ആ പാഴ്സലുമായിട്ട് വാഹനത്തിൽ കയറി അവർ പോകുന്ന വഴിക്ക് അത് അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് മൊത്തം കോയിൻസ് ആണ്. പൈസയുടെ ഒരു പൊതിയായിരുന്നു. അവർക്ക് കിട്ടേണ്ടത് ആഹാരത്തിന്റെ പൊതിയായിരുന്നു. പക്ഷെ കിട്ടിയത് കോയിൻസിന്റെ, നാണയങ്ങളുടെ ഒരു പൊതി. പിന്നീടാണ് ഹോട്ടൽ മാനേജർക്ക് അത് മനസ്സിലായത്, തെറ്റിപ്പോയല്ലോ, അവർക്ക് കൊടുത്തത് ഭക്ഷണപ്പൊതിക്ക് പകരം കൊടുത്തത് പൈസയുടെ ഒരു പൊതിയായിരുന്നല്ലോ. ഏതായാലും അദ്ദേഹം വിഷമിച്ചിരുന്നപ്പോൾ ഈ ദമ്പതിമാര് തിരിച്ചു വന്നു. ആ പൊതി കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിച്ചത് ആഹാരമല്ല, പൈസയുടെ പൊതിയാണ്, തിരികെ എടുത്താലും. ആ ഹോട്ടൽ മാനേജർക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം അത് മേടിച്ചു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു ദമ്പതിമാരെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, പ്രതിഫലമായിട്ട് ഒന്നും വാങ്ങിയില്ലെങ്കിലും എനിക്കൊരു ഫോട്ടോ നിങ്ങളുടെ തരണം. നാളത്തെ വർത്തമാന പത്രത്തില് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് ഇട്ടിട്ട് സത്യസന്ധർ എന്നുള്ളൊരു ഒന്ന് എഴുതാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പം ആ ഭർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടെന്ന്. അദ്ദേഹം ചോദിച്ചു, അതെന്നാ എടുക്കാത്തത്? അവൻ പറഞ്ഞു, എന്റെ കൂടെയുള്ള സ്ത്രീ എന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യ അത് കണ്ടാൽ പ്രശ്നമാകുമെന്ന്. ഇത്രമാത്രം വഷളായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൊറോണ നമ്മളെ വല്ലതും പഠിപ്പിച്ചോ? COVID-19 എന്ന് വന്നിട്ട് നമ്മൾ വല്ലതും പഠിച്ചോ? ഇപ്രകാരം ഒരു മനുഷ്യൻ എഴുതി ഞാൻ വായിച്ചു. കുടുംബ പ്രാർത്ഥന വേണം എന്ന പാഠം പഠിച്ചു. കുടുംബവുമായുള്ള ആശയവിനിമയം വേണമെന്നുള്ള പാഠം പഠിച്ചു. കുടുംബമായി ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം വേണമെന്ന് പഠിച്ചു. എന്ത് ഭക്ഷണവും പെറുപെറുപ്പ് കൂടാതെ കഴിക്കാൻ പഠിച്ചു. കുടുംബമായി സന്തോഷം പങ്കിടണമെന്ന് പഠിച്ചു. വചനം പഠിക്കാൻ അവസരമുണ്ടെന്ന് പഠിച്ചു. മാത്രമല്ല, ആർഭാട മന്ദിരമില്ലെങ്കിലും ആരാധിക്കാമെന്ന് പഠിച്ചു. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാമെന്ന് പഠിച്ചു. ആർഭാടമില്ലാത്ത വിവാഹം നടത്താമെന്ന് പഠിച്ചു. വലിയ ചിലവില്ലാതെ മരിക്കാമെന്നും പഠിച്ചു. എന്നാൽ പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർ വീട് കണ്ട മൂളയിൽ ഇപ്പോഴും കുറ്റം പറഞ്ഞിരിക്കുകയാണ് ദൈവത്തെ. ദിസ് ഇസ് എ ടൈം ടു ഇൻട്രോസ്പെക്ട് ആൻഡ് ഇവാലുവേറ്റ് അവർ ലൈഫ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. കർത്താവേ, നോഹയുടെ ലോകം പോലെ ഞങ്ങളുടെ ലോകമാണോ? നോഹയുടെ കാലത്തെ ജനങ്ങളെ പോലെയാണോ ഞങ്ങളുടെ ജനങ്ങൾ? ഞാൻ അപ്രകാരമാണോ എന്ന് സ്വയം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. മൂന്നാമതായിട്ട് ദി ഫാമിലി ഓഫ് നോവ, നോഹയുടെ കുടുംബം. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിട്ടുണ്ട്, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ച ഒരു കുടുംബം, കൃപ ലഭിച്ച ഒരു ഭാര്യ, കൃപ ലഭിച്ച ഒരു മക്കള്, കൃപ ലഭിച്ച മരുമക്കള്. അങ്ങനെയുള്ള കുടുംബം വളരെ ചുരുക്കമാണ്. ഇന്ന് നമ്മൾ പാഠങ്ങളൊക്കെ വായിച്ചപ്പോൾ സക്കറിയാവിന്റെ കുടുംബം കൃപ ലഭിച്ച ഒരു കുടുംബമായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് അക്വില ആൻഡ് പ്രിസ്കില്ല, കൃപ ലഭിച്ച കുടുംബങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോഹയ്ക്ക് അവന്റെ കുടുംബത്തിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഭർത്താവായ പിതാവായ അമ്മായപ്പനായ നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. 6:10 അവൻ ദൈവത്തോടു കൂടെ നടന്നു. ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. അവൻ 7:1 പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഐ സോ യു ആസ് എ റൈച്ചസ് പേഴ്സൺ ഇൻ യുവർ ജനറേഷൻ. 7:5 യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം നോഹ ചെയ്തു. ആൻഡ് ഒബീഡിയന്റ് ഫാദർ ആൻഡ് ഒബീഡിയന്റ് ഡിസൈപ്പിൾ ആൻഡ് ഒബീഡിയന്റ് സെർവന്റ് ആൻഡ് ഒബീഡിയന്റ് ബിലീവർ ഓഫ് ദി ലോർഡ്. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യഹോവ അവനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്.
ദൈവം ഓർത്ത ഒരു മനുഷ്യനെ ഉൽപ്പത്തി 6 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോഹയാണ്. പ്രൈസ് ദി ലോർഡ്. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, നോഹ യഹോവയ്ക്ക് ഹല്ലേലൂയ ഒരു യാഗപീഠം പണിതു. ഹല്ലേലൂയ. അവൻ അതിന് മുമ്പും പണിതിട്ടുണ്ട്, അവൻ ഇറങ്ങിയതിനു ശേഷവും ദൈവത്തെ ആരാധിക്കുന്ന ഒരു പിതാവ്, ഒരു ഭർത്താവ്, ഒരു ദൈവത്തിന്റെ മകൻ, ഒരു ശിഷ്യൻ, ഒരു നല്ല ദാസനായിട്ട് നോഹയെ പറ്റി കാണുന്നുണ്ട്. ഹൗ ഈസ് അവർ ഫാമിലി ടുഡേ? നമ്മുടെ കുടുംബങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നോഹയുടെ ജീവിതത്തെ പറ്റി നമ്മൾ ഒരുപാട് പാഠങ്ങൾ കാണുന്നുണ്ട്. നോഹ ഈസ് നോൺ ആസ് എ സെക്കൻഡ് ഫാദർ ഓഫ് ഹ്യൂമൻ റേസ്. ആദാം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യകുലത്തിന്റെ 2ാമത്തെ പിതാവായിട്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് നോവാസ് ലൈഫ് സേസ് God does not always protect us from trouble, but He cares for us in spite of trouble. നോഹയുടെ ജീവിതം പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, അവിടെ ദൈവത്തിന്റെ പൈതലിനെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും. An only follower of God left in his generation. തന്റെ തലമുറയിൽ നീതിമാൻ എന്നുള്ള പേര് കേട്ട് ജീവിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നോഹയായിരുന്നു. നോഹയെ പറ്റി വേദപുസ്തകത്തിൽ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. 1 ദിനവൃത്താന്തം 1:3, യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് 54:7, എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് 14:4, മത്തായി എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് 24:37, ലൂക്കോസ് 3:3, ലൂക്കോസ് 17:26, എബ്രായന കർത്താവ് എബ്രായ 11:7, പത്രോസ് 1 പത്രോസ് 3:20, 2 പത്രോസ് 2:5. ഇവിടെ എല്ലാം ഹല്ലേലൂയ ഈ നീതിമാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ആയുസിന്റെ ശേഷം നമ്മുടെ കുടുംബത്തെ പറ്റി, നമ്മളെ പറ്റി ആരെങ്കിലും പറയുമോ? നോഹയെ പോലെ. നോവ ഈസ് എ ലെജൻഡറി മാൻ, എ റൈച്ചസ് മാൻ ഹു ഫോളോഡ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഗോഡ്. ഈ നല്ല മാതാവും പിതാവും ലോകത്തെ അല്ലെങ്കിൽ അവരുടെ തലമുറയെ സ്വാധീനിച്ചവരാണ്. നമ്മയും സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2 മാതാപിതാക്കളുടെ സ്വാധീനം ഒരു സർവേയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. 2 families that influence their generation. ഒരു സർവേ നടത്തിയാണ് 2 മാതാപിതാക്കൾ, 2 parents, and how their life influenced their generation. ഒരാള് ഒരു അവിശ്വാസി, മറ്റൊരാള് ഒരു വിശ്വാസി. ആ അവിശ്വാസിയെ പറ്റി ആദ്യം പറയാം. അദ്ദേഹത്തിന്റെ പേര് മാക്സ് ജൂക്സ് എന്നായിരുന്നു. ആൻഡ് മിസസ് മാക്സ് ജൂക്സ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അവിശ്വാസിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു, മദ്യപാനിയായിരുന്നു, എ മാൻ ഓഫ് നോ പ്രിൻസിപ്പിൾസ്. ജീവിതത്തിൽ യാതൊരു പ്രിൻസിപ്പിൾ ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുറയെ പറ്റി ഒരു സർവേ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ തലമുറയിലെ 1200 പേരെ പറ്റി നടത്തിയ ഒരു പഠനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹിസ് ജനറേഷൻ വിച്ച് ഇൻക്ലൂഡഡ് 1200 പീപ്പിൾ. അവരെ പറ്റി പഠിച്ച കാര്യം താഴെ പറയുകയാണ്. 440 കൊച്ചുമക്കൾ ദുർനടപ്പുകാരായിട്ട് മാറി, 310 കൊച്ചുമക്കള് ഭിക്ഷക്കാരായിട്ട് മാറി, 190 പേര് വേശ്യകളായിട്ട് മാറി, 130 പേര് കുറ്റവാളികളായിട്ട് മാറി, 100 പേര് മദ്യപാന്മാരായിട്ട് മാറി, 60 പേര് സ്ഥിരം മോഷ്ടാക്കളായിട്ട് മാറി, 55 പേര് അവിശുദ്ധിയിൽ ജീവിച്ചു, 7 പേര് കൊലപാതകന്മാരായിട്ട് മാറി. ആൻഡ് ദാറ്റ് ഈസ് ജനറേഷൻ ഓഫ് മാക്സ് ജൂക്സ്. എന്നാൽ വേറൊരു ദൈവഭക്തന്റെ സർവേ എടുത്തു. അത് ജോനാഥാൻ എഡ്വേർഡ്സ്. ജോനാഥാൻ എഡ്വേർഡ്സിന്റെ ഭാര്യയുടെ പേര് സാറ എഡ്വേർഡ്സ്. ആത്മീയമായ ജീവിതത്തിൽ ദൈവത്തെ 1ാം സ്ഥാനം കൊടുത്ത ഒരു കൊളോണിയൽ പാസ്റ്റർ, ഒരു വേദശാസ്ത്ര പണ്ഡിതൻ, അറിയപ്പെട്ട പ്രാസംഗകൻ. ഭാര്യയുടെ പേര് സാറ എഡ്വേർഡ്സ്, എ വുമൺ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത്. ആ ദൈവഭക്തന്റെ തലമുറയെ പറ്റിയുടെ സർവേ താഴെ പറയുന്നുണ്ട്. ആ തലമുറയിലെ 1200 പേരെ പറ്റി പഠനം നടത്തിയപ്പോൾ 300 പേര് ക്ലർജിമനായിട്ട് മാറി, പട്ടക്കാരായി അല്ലെങ്കിൽ പാസ്റ്റർമാരായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. 120 പേര് കോളേജ് അധ്യാപകരായിട്ട് മാറി. 120 people become professors in college. 110 പേര് വക്കീലന്മാരായി മാറി. 110 people become lawyers. 60 പേര് വൈദ്യന്മാരായി മാറി. 60 people become physicians. 30 പേര് ന്യായാധിപന്മാരായിട്ട് മാറി. 30 people become judges. 14 പേര് യൂണിവേഴ്സിറ്റിയുടെ അധ്യക്ഷന്മാരായിട്ട് മാറി. 14 people become presidents of universities. 3 പേര് US കോൺഗ്രസ്മെൻ ആയിട്ട് മാറി. യുഎസിലെ 3 കോൺഗ്രസ് പാർലമെന്റ് അംഗങ്ങളായിട്ട് 3 പേര് മാറി. ഒരാൾ, one become the vice president of the United States of America. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരാൾ മാറി. 2 കുടുംബങ്ങൾ. ആ 2 കുടുംബങ്ങൾ
തലമുറയിൽ വരുത്തിയ മാറ്റങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ നോഹയെ പോലെയാണോ, അതോ നമ്മുടെ കുടുംബങ്ങൾ നശിച്ച കുടുംബങ്ങളാണോ? ഈ കോവിഡ് കാലത്ത് ജോനാഥാൻ എഡ്വേർഡ്സിനെ പോലെ നമ്മുടെ തലമുറയെ സ്വാധീനിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദി ഗോഡ് ഓഫ് നോവ, ദി വേൾഡ് ഓഫ് നോവ. മൂന്നാമതായിട്ട് ദ ഫാമിലി ഓഫ് നോവ. നോഹയുടെ ദൈവം, അതുപോലെ തന്നെ നോഹയുടെ കാലം, അതുപോലെ തന്നെ നോഹയുടെ കുടുംബം നമ്മളെ സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നന്മയോട് നമുക്ക് പിന്തുടരാം, തിന്മയോട് നമുക്ക് വിട പറയാം. പണ്ട് പാട്ടുകാരൻ പറഞ്ഞല്ലോ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. നമ്മുടെ തലകളെ വടക്കാം, കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിലെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദി ഗോഡ് ഓഫ് നോവ is a God of love, God of justice, and God of judgment. The world of Noah was wicked, violent, sinful, and the family of Noah was righteous and blameless, devoted, and also a family that worships the Lord. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മാത്രം നോക്കി, ലോക്ക്ഡൌണിലായാലും ലോക്ക്ഡൌണിലല്ലെങ്കിലും, പെട്ടകത്തിലാണെങ്കിലും പെട്ടകത്തിലല്ലെങ്കിലും, കരയിലാണെങ്കിലും കടലിലാണെങ്കിലും, ആകാശത്താണെങ്കിലും താഴെയാണെങ്കിലും, മണ്ണിലായാലും ലോകത്തിന്റെ ഏത് കോണിലായാലും, അമേരിക്കയിലായാലും ഇറ്റലിയിലായാലും ഇന്ത്യയിലായാലും കേരളത്തിലായാലും എവിടെയായിരുന്നാലും നോഹ യാത്ര ചെയ്തത് ദൈവത്തെ നോക്കിയാണ്. ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് നമ്മുടെ തലകളെ നോക്കി, നമ്മുടെ തലകളെ വണക്കി, കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഈ നോഹയുടെ ദൈവത്തെ സ്തുതിക്കാം. അവനെ മാത്രം നോക്കി യാത്ര ചെയ്യാം. പിൻപിലുള്ളതൊക്കെ മറന്നുകൊണ്ട് മുൻപിലേക്ക് പ്രത്യാശയോട് നോഹയെ പോലെ നിത്യതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പ്രിയമുള്ളവരെ. ഈ ഭൂമി മാറിപ്പോകും, ഈ ആകാശം മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്തൊരു പുതിയ ആകാശത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, ഒരു പുതിയ ഭൂമിക്ക് വേണ്ടി ഒരുങ്ങാം. നമുക്ക് വേണ്ടി യേശു എന്ന പെട്ടകം ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ആ യേശുവിനെ സ്വീകരിച്ച് രക്ഷ പ്രാപിച്ച് നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ നമുക്കും യാത്ര ചെയ്യാൻ പ്രിയമുള്ളവരെ. തലകള് വണക്കി, കണ്ണുകൾ അടച്ച് ഈ പാട്ടിന്റെ ശീല് എന്റെ കൂടെ ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ അത്ഭുതകരങ്ങളിലേക്ക് സമർപ്പിക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.